വനിതാ വിടുതൽ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രകമ്പനത്തിൻ്റെ ഡയറക്ടർ അങ്ങനെ 3-4 ഡയറക്ടേഴ്സ് എന്നോട് വന്ന് പറഞ്ഞു ഈ കഥ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ധൈര്യം വന്നതെന്ന് ചോദിച്ചു. ഈ ജീവിതം മടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സാറിൻ്റെ ഏറ്റവും പുതിയ പടം പെണ്ണും പൊറാട്ടും എന്നുള്ള സിനിമ, രാധേഷ് മാധവൻ സംവിധായകൻ. ഒരുപക്ഷെ ആ സിനിമയുടെ ഒരു ഐഡിയ കേൾക്കുമ്പോൾ ഇതെങ്ങനെ സിനിമയാക്കാം എന്നുള്ളൊരു സെക്കൻഡ് തോട്ട് നമ്മളുടെ മനസ്സിലൊക്കെ വന്നു പോകും. പക്ഷേ സിനിമ തിയേറ്ററിൽ റിലീസായിരിക്കുന്നു, മികച്ച പ്രതികരണം കേൾക്കുന്നു. സന്തോഷ് ടി കുരുവിള ആസ് എ പ്രൊഡ്യൂസർ, എന്താണ് ഇതിനകത്ത് സാറിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു പ്രധാന ഫാക്ടർ? ഇപ്പം ഇന്ന് ഞങ്ങൾ വനിതാ വിടുതൽ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രകമ്പനത്തിൻ്റെ ഡയറക്ടർ അങ്ങനെ 3-4 ഡയറക്ടേഴ്സ് എന്നോട് വന്ന് പറഞ്ഞു ഈ കഥ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ധൈര്യം വന്നതെന്ന് ചോദിച്ചു. കാര്യം ഈ കഥ കേട്ടാൽ ഒരിക്കലും ഇത് ഫിലിമബിൾ എന്നുള്ള ചിന്ത വരത്തില്ല. പക്ഷെ അവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, രാജേഷ് എന്ന് പറയുന്ന ആളിലുള്ളൊരു വിശ്വാസം, ഡയറക്ടറിലുള്ള വിശ്വാസം ഒന്ന്. പിന്നെ അദ്ദേഹവും ഞാനും ചിന്തിക്കുന്ന ചിന്തകൾ പലതും എന്നുവെച്ചാൽ രാഷ്ട്രീയം തൊട്ട് പലതും ഒരേ ചിന്താഗതിയുള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കഥ നമുക്ക് വേണ്ട, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് എന്നുള്ളൊരു തോന്നൽ. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ഞാനിപ്പോൾ ഈ സിനിമ ഒരു സമയത്തും ഈ IFFK ഗോവയിൽ കാണിക്കുന്നതിനും വരെ ഞാനിതൊരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് മനസ്സിൽ കണ്ടിട്ടേ ഇല്ല. അന്ന് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് നമ്മുടെ ഒത്തിരി ഡയറക്ടർ, നമ്മുടെ രഞ്ജി പണിക്കർ സാറ്, കമൽ സാറ്, അങ്ങനെ ഒത്തിരി എഴുത്തുകാരും ഡയറക്ടേഴ്സും ഒക്കെ പറഞ്ഞു ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ പടം, ഇതൊരു ഫെസ്റ്റിവൽ മൂവി അല്ല എന്ന് അവരെല്ലാം പറഞ്ഞു. അന്നേരമാണ് നമുക്കിതൊരു കൊമേഴ്ഷ്യൽ ആംഗിളിലേക്കുള്ള ചിന്ത പോലും ഒരു പരിധി വരെ ഉണ്ടാകാൻ കാരണം.